എല്ലാവരും ജീവിക്കുക എക്സ്പെക്ടേഷൻസ് അനുസരിച്ചാണ്. നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടണം, എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തതുകൊണ്ട് എന്താണ് എനിക്ക് ഉപകാരം. ഇത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്. സമ്മാനങ്ങൾ പ്രതീക്ഷിച്ച് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാകരുതെന്നുള്ളതാണ്. ആ സാധ്യത നമ്മൾ ഒന്ന് ഉപേക്ഷിക്കുക. ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം തന്നതിനെ ഒരു നന്ദി പറയാനാണെന്ന ചിന്തയോടുകൂടി കടന്നു വരിക. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ, എനിക്ക് സമ്പാദ്യങ്ങൾ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് എന്താ കിട്ടുക ദൈവത്തിൻ്റെ അടുത്ത് നിന്ന്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാകരുത് നമ്മൾ വരുന്നത്. നമ്മൾ കൊടുക്കുക. ദൈവം പറഞ്ഞു തരികയുള്ളൂ, നീ ദൈവത്തിന് കൊടുക്കുന്ന സമയത്തിന് ഇരട്ടിയായിട്ട് ദൈവം നിന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് വേണ്ടി നീ ഒരു കാലടി വയ്ക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. ദൈവത്തിന് വേണ്ടി നീ ഉപേക്ഷിക്കുമ്പോൾ അത് കണക്ക് വയ്ക്കാതെ ഉപേക്ഷിക്കുക. അപ്പോൾ ദൈവം നിരവധിയായിട്ട് നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതൊന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്ത് കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടുകൂടിയല്ല നമ്മൾ കൊടുക്കുക. മനുഷ്യരുടെ ആ ചിന്ത ഒന്ന് മാറ്റി പ്രാർത്ഥിക്കാനൊക്കെ പറ്റണം. നമ്മളൊരു നൊവേന ചെല്ലുമ്പോഴാകാം, അല്ലെങ്കിൽ ഒരു ജപമാല ചെല്ലുമ്പോഴോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. കിട്ടിക്കഴിയുമ്പോൾ നമ്മളതൊക്കെ അവസാനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് മാറരുത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ എല്ലാം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്നേഹം മാത്രമായിരിക്കും നിറയേണ്ടത്. ആ സ്നേഹം നിറയുമ്പോഴുണ്ടല്ലോ ദൈവം നമ്മളിങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുക.